പ്രിയങ്ക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാം, പ്രിയങ്ക ഗാന്ധിയുടെ കാര്യമാണോ പറയുന്നതെന്ന്. അതെ, പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്കറിയാം, കുടുംബസമേതം ഗാന്ധി ഫാമിലി വയനാടുണ്ട്. ഒരു ഉല്ലാസ ട്രിപ്പ് ആണ് എങ്കിലും അതിനിടയിൽ ചില ചർച്ചകൾ നടന്നു എന്നാണ് വിവരം. നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി, ഈ രീതിയിൽ പോയാൽ കേരളത്തിൽ ഭരണം കിട്ടുവാൻ സാധ്യതയില്ല. നിലവിൽ കസേരമോഹികളായ ഈ നേതാക്കന്മാർ തമ്മിൽ കടിപിടിയാണ് എന്നുള്ള ഒരു നറേറ്റീവ് അവർ ക്രിയേറ്റ് ചെയ്തത് ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയി. അത് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി. ജനങ്ങളുടെ കടുത്ത പ്രതികരണങ്ങൾ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, നിലവിലുള്ള നേതാക്കന്മാരെ മുന്നിൽ നിർത്തി, ഈ കടൽക്കിഴവന്മാരെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ പല സ്ഥലങ്ങളിലും കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയിൽ ദയനീയമായ പരാജയമുണ്ടാകും എന്ന് മനസ്സിലാക്കിയാവണം അവർ കനകലുവിൻ്റെ ഒരു തന്ത്രം എന്നോണം അവരൊരു ആശയം മുന്നോട്ട് വെച്ചു. അത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണമെങ്കിൽ, ജനങ്ങളുടെ മനസ്സിൽ ഒരു പുതുമ തോന്നണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രതിഷ്ഠിക്കുക, പ്രിയങ്കയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച് വലിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുക. അത് ഫലം കാണും. അങ്ങനെ പ്രിയങ്കയുടെ പിന്നിൽ ഈ കടൽ കിഴവന്മാർ പമ്മി നിൽക്കാം എന്നതാണ് നിലവിലെ പ്ലാൻ. രാഹുൽ ഗാന്ധി ഏതാണ്ട് അത് അംഗീകരിച്ച ഒരു മട്ടാണ്. പ്രിയങ്ക ഗാന്ധിയെ ഇപ്രകാരം ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് എല്ലാ ദിവസവും ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉപമുഖ്യമന്ത്രി എന്ന ഒരു പദവി അത് കേക്കച്ചൻ വഹിക്കും. പ്രിയങ്കയെ സംബന്ധിച്ചോളം ഈ സംസ്ഥാനത്തെ കാര്യങ്ങളിൽ നിന്നും യാതൊരു അവബോധവുമില്ല, ഗ്രാഹ്യവുമില്ല. ഒരു ഡെമ്മിയാക്കി ഫ്രണ്ടിൽ നിർത്തിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കുവാൻ പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി ഉപമുഖ്യമന്ത്രിയായി കേക്കച്ചൻ വരികയും ഈ ഭരണം കൈയാളുകയും ഭരണം നടത്തുകയും ചെയ്യാം എന്നതാണ് ഇവരുടെ ഇപ്പോഴുള്ള ഒരു പദ്ധതി. ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഈ ആടി ഉലഞ്ഞു നിൽക്കുന്ന യുവനേതാക്കന്മാർ, അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള യുവനേതാക്കന്മാർ, അവർ പിന്നോട്ട് പോയാലും ഇവരെ ഒന്നും കാര്യമായി ബാധിക്കില്ല. ഇപ്രകാരം ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഉണർവുണ്ടാക്കും. ഈ മാറി നിൽക്കുന്ന യുവനേതാക്കന്മാരെല്ലാം ഇതിൻ്റെ കൂടെ കൂടും. നിലവിലുള്ള ഈ അന്തചിത്രങ്ങളൊക്കെ സ്റ്റെബിലൈസ് ആകും എന്നാണ് ഇവർ കരുതുന്നത്. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തോട് പറയുവാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾ വെറും വിഡ്ഢികളല്ല. ഗാന്ധി ഫാമിലി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ബീജമാണ്. ആ ബീജം കൊണ്ട് ഇവിടെ നല്ല വിത്തുണ്ടാകൂ, ഫലഭൂഷ്ടമായ രീതിയിൽ വളരുകയുള്ളൂ എന്നൊക്കെയുള്ള ആ ചിന്താഗതി, അതൊക്കെ മണ്ണടിഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ ആയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിലൊക്കെ വീണ്, അല്ലെങ്കിൽ അതിലൊക്കെ ഒരു ഗാന്ധി ഫാമിലി ഇവിടെ ഇറങ്ങി ചിരിച്ചു കാണിച്ചു പോയാൽ, ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ മറയുന്ന വോട്ടൊന്നുമല്ല കേരളത്തിൽ നിലവിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അവരുടെ വില അവർ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 30 ദിവസങ്ങളുണ്ടായിട്ടും നമുക്കറിയാം, ഈ കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം അവസാനം വന്ന് ഇവിടെ അടിയുന്നത്. ഈ അടിയുന്ന എല്ലാ മട്ടുകളും ഏറ്റുവാങ്ങുവാൻ കേരളം ഒരു ഡംപിംഗ് യാർഡാണോ എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യം. അപ്രകാരം ദേശീയ തലത്തിൽ എല്ലാ പ്രസക്തിയും ഇവർ തന്നെ നഷ്ടപ്പെട്ട് ഈ KC വേണുഗോപാലിനെയുള്ള ഈ വെറും പിമ്പുകളെയും ഗുണവും മണവും ഇല്ലാത്തവന്മാരെ എടുത്തുവെച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ വില കളഞ്ഞ് ദേശീയ തലത്തിൽ തന്നെ അപ്രസക്തമാക്കി നാണംകെട്ട തോൽവികൾ ഏറ്റുവാങ്ങി ഇപ്പോൾ ഇതാ ഈ കേരളത്തിൽ മിടുമിടുക്കരായ ആ യുവ നേതാക്കളുടെ കരുത്തിന്മേൽ കോൺഗ്രസിന് ഒരു പുതുജീവൻ പ്രാപിച്ചു വരുമ്പോഴാണ് വീണ്ടും ഈ മുതുവാഴകളെല്ലാം കൂടി അവസാനം കേരളത്തിൽ വന്ന് അടിയുവാൻ ശ്രമിക്കുന്നതും ഒരു പുതിയ സമവാക്യം രൂപീകരിക്കുവാൻ ശ്രമിക്കുന്നതും. കേരളത്തിലെ ജനങ്ങൾ ഇത് വീഴില്ല. നമുക്കറിയാം, രാഹുലിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. അതേ തുടർന്ന് പ്രിയങ്കയും അവർ വിജയിപ്പിച്ചു. പക്ഷേ വയനാട് മണ്ഡലം ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇവർ വാക്ക് പറഞ്ഞ യാതൊന്നും പാലിച്ചിട്ടില്ല.
കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വയനാടിന് യാതൊരു സഹായവും ലഭിക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം. അത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിട്ടും കേന്ദ്രം എന്തുകൊണ്ട് വയനാടിനെ സഹായിച്ചില്ല എന്നതിൻ്റെ ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത്, കേന്ദ്രം അവിടെ സഹായിച്ചു കഴിഞ്ഞാൽ ആ മൈലേജ് മുഴുവൻ കിട്ടാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട്, അവരുടെ എഫോർട്ട് കൊണ്ട് കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു മേടിച്ചു എന്ന ആ ഇമേജ് പ്രിയങ്കയ്ക്ക് പോകുമെന്നതുകൊണ്ടാണ് കേന്ദ്രം അനുവദിച്ച തുക പോലും അവിടെ നടത്താത്തത്. സംസ്ഥാന സർക്കാരും വളരെയേറെ ഉദാസീനത വയനാട് വിഷയത്തിൽ കാണിക്കുന്നു. ടൗൺഷിപ്പ് പദ്ധതി തുടങ്ങി, വമ്പിച്ച പ്രവർത്തനങ്ങൾ തുടങ്ങി, അത് തുടങ്ങി, ഇത് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ കാര്യമായിട്ടും ജീവൻ നഷ്ടപ്പെട്ട, വസ്തുവകൾ നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചോളം ഇന്നും അവർ ദുരിതത്തിൽ കഴിയുകയാണ്. കാര്യമായ ഒരു പുരോഗതിയും. കാരണം ഇടതുപക്ഷവും പറയും, നിങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്തി പ്രിയങ്കയെ വിജയിപ്പിച്ചതല്ലേ, എന്നാൽ പ്രിയങ്ക ചെയ്യട്ടെ. എന്നാൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി 100 വീടുകൾ കൊടുക്കുമെന്ന് രാഹുൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കോടികൾ പിരിച്ചു, അവിടെ വീട് പണിയും, 100 വീട് കൂടുതൽ അവർ പണിയെന്നും പറഞ്ഞ്. പക്ഷെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും അതുപോലെ വന്യജീവി ആക്രമണം, സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന യാതൊരു വിഷയങ്ങളിലും ഇവർക്ക് കാര്യമായ ഒരു ഇടപെടലും നടത്തുവാൻ സാധിച്ചില്ല. അന്നേരം അതൊരു ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്രകാരം യാതൊരു ഗുണവും മണവുമില്ലാത്ത രീതിയിൽ ഒരു നേതാവിനെ വിജയിപ്പിച്ചു വിട്ടിട്ട് ഈ സംസ്ഥാനത്തിൽ അവരെ വീണ്ടും പ്രതിഷ്ഠിക്കാം എന്ന് ഇവർ നനച്ചാൽ അവർക്ക് തെറ്റി. ഇവിടെ നിലവിലുള്ള എത്രയോ നല്ല യുവാക്കളായിട്ടുള്ള നേതാക്കന്മാർ ഈ കേരളത്തിൽ തന്നെയുണ്ട്. അവരെയൊക്കെ ചവിട്ടിത്തൂത്ത് ഈ അസൂയമൂത്ത ഇവന്മാർ ഈ പണി ചെയ്യുവാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക, വിത്തെടുത്ത് കുത്തുക എന്ന് പറയും. അതുപോലത്തെ പണിയാണ് ഇവന്മാർ ഇവിടെ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ സർവനാശത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോഴും ഇവർക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം എന്ന് പറയുന്നത് യുവാക്കൾ നയിക്കട്ടെ, കനകുലുവിൻ്റെ മുദ്രാവാക്യമല്ല. ഇവിടുത്തെ ഓരോ സാധാരണ ജനങ്ങളുടെയും മനസ്സിലുള്ള വികാരമാണ് ഞാൻ ഈ പറയുന്നത്. യുവാക്കൾ നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ യുവാക്കളെ ചേർത്ത് നിർത്തി ഈ കടൽക്കിഴവന്മാർ അവന്മാരുടെ പുറകിൽ നിന്ന് പോട്ടെ. അപ്രകാരം ചെയ്താൽ ജനങ്ങൾക്കൊരു ഫീൽ ഉണ്ടാവും, യുവാക്കൾ നയിക്കും, ഒരു മാറ്റം വരും. ഈ കടൽക്കിഴവന്മാർ അവർക്ക് വിധേയപ്പെട്ട് അവരുടെ പുറകിൽ നിൽക്കും, സംസ്ഥാനത്തിനൊരു പുരോഗതി ഉണ്ടാകും എന്ന് നമുക്ക് കരുതുവാൻ സാധിക്കും. പക്ഷേ ഇവർ അതിനൊന്നുമല്ല. ഏതോ നാട്ടിൽ കിടക്കുന്ന ഈ കനകുലവും മറ്റ് ഈ പറയുന്ന PR ഏജൻസികളുടെയും വാക്കുകൾ വിശ്വസിച്ച് ഇവന്മാർ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുവാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതെല്ലാം 8 നിലയിൽ പൊട്ടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ ചെവി തുറന്ന് കേൾക്കുക. ITV ന്യൂസ് എന്ന ഈ മാധ്യമത്തിലൂടെ പുറത്തു വരുന്നത് ഏതെങ്കിലും ഒരു ടണൽ വിഷനുള്ള, ഏതെങ്കിലും പ്രത്യേക അജണ്ടയുള്ള ഒരു കൂട്ടം ആളുകളുടെ ശബ്ദമല്ല. ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ, മലയാളികളുടെ, ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു മനസാക്ഷിയുടെ സ്വരമാണ് ITV ന്യൂസിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. മിഷൻ 60യുടെ 28ാം ദിനമാണ് ഇന്ന്. ഈ 28 ദിവസമായിട്ടും ഇവർ ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആ മിഷൻ 60 തുടരുക തന്നെ ചെയ്യും. രാഹുൽ തിരികെ എത്തുന്നത് വരെ, രാഹുലിനെ തിരികെ എടുക്കുന്നത് വരെ നമ്മൾ ഈ മിഷൻ കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ ഇളക്കുക ജനങ്ങൾ, ഞങ്ങളല്ല, ജനങ്ങൾ ഇതിൻ്റെ അടിത്തറ ഇളകുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ 210 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകും. ഇനിയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. സുൽമാതി സാറേ പറഞ്ഞത് വളരെ 100% ശരിയാണ്. ഞാൻ താങ്കൾക്ക് ഒരിക്കൽ അയച്ച വോയിസിനകത്ത് ഇത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവൻ സ്പിരിച്വലും അല്ല, ഇവന് ക്രിസ്ത്യൻ ബൈബിള് പഠിത്തവും ഇല്ല, ഒരു പിണ്ണാക്കും ഇല്ല. അവൻ ഓരോ സ്ഥലത്തും പ്രയോഗിക്കേണ്ട സംഗതികൾ അവന് ബൈബിളിൽ നിന്ന് ഇങ്ങനെ സുൽമാത്തി സാർ പറഞ്ഞല്ലോ തന്നെ, ആരും അവൻ എഴുതി കൊടുക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ, അവൻ അത് വെച്ച് തട്ടുക. പക്ഷേ അതിലും വിളഞ്ഞു കൊന്തൊടിഞ്ഞവന്മാരാ അവിടെ വന്നിരിക്കുന്ന അച്ഛന്മാരും
മെത്രാന്മാരും. ഈ മെത്രാൻ പറഞ്ഞത് 100% ശരിയാ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കോൺഗ്രസ് മാത്രമാണ്. ഇതിനകത്ത് ചതിയും തൊഴുത്തിക്കുത്തും പാരയും എന്താ പറയുക ഗ്രൂപ്പിസവും എല്ലാം കൂടെ വന്ന് എവറ്റകളെ നശിക്കും എന്ന് മാത്രമല്ല, അടുത്ത പ്രാവശ്യം അഥവാ മാർക്സിസ്റ്റ് മിനിസ്ട്രി മാറുന്നെങ്കിൽ അത് ക്രിസ്ത്യൻസ് അല്ല, നമ്മുടെ കോൺഗ്രസ് ഒരു നാരോ എസ്കേപ്പ് ആയിരിക്കും. നാരോ എസ്കേപ്പ്. അതിൽ നിന്ന് അതോടുകൂടെ അവർക്ക് നിലം തൊടാൻ വയ്യാത്ത അവസ്ഥയായിരിക്കും. അസംബ്ലിയിൽ 366 ദിവസവും സമരമായിരിക്കും. പിന്നെ പോലീസോ ഇന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. പോലീസ് മാർക്സിസ്റ്റുകാരൻ്റെ പോലീസുണ്ട്, കോൺഗ്രസ്സുകാരൻ്റെ പോലീസുണ്ട്, BJPയുടെ പോലീസുണ്ട്. ആരും ആരെയും വകവെക്കുകയില്ല. ഒരു മനുഷ്യനെ വകവെക്കുകയില്ല. ആദ്യം നശിക്കാൻ പോകുന്ന ക്രമസമാധാനമാണ്. അടുത്ത മിനിസ്ട്രിയിൽ പിണറായി ആണെങ്കിൽ കുറെ കൊള്ളയടിക്കുമെന്നേ ഉള്ളൂ. അവനൊരു കരളുറപ്പോടുകൂടെ അവൻ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകും. കാരണം ഓഫീസേഴ്സിനെയൊക്കെ ഒരു പരിധിവരെയും പിടിച്ചു നിർത്തിയും സമരങ്ങളെ ഒഴിവാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ അവന് VD സതീശനേക്കാളും കോൺഗ്രസിനേക്കാളും കഴിവുണ്ട്. പക്ഷേ ഇനിയും വരുന്ന ഈ അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ 8 നില പൊട്ടും നമ്മുടെ നാട്. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കിയ എനിക്കിങ്ങനെ ഉള്ളിൽ ഓരോ മെസ്സേജ് പോലെ ദൈവം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ എടുത്ത് പ്രയോഗിക്കുന്ന കാർഡ് വർഗീയതയായിരിക്കും. അതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി മാറുകയും ചെയ്യും. പിന്നെ പരമദാരിദ്ര്യം അതുപോലെ വലിയ കലാമിറ്റീസും വരുമ്പോൾ ഒരു അഭിമാനവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തോളെ കൈയിടുകയും ചെയ്യും. അതുവരേ ഉള്ളൂ. 4 നേരം ഭക്ഷണം കഴിക്കുമ്പോഴേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത. എങ്ങാനും ഒന്ന് വീണ് കഴിഞ്ഞാൽ എല്ലാം തമ്മിൽ ഒട്ടുകയും ചെയ്യും. ഇന്ന് സഭയാണേലും പൊളിറ്റിക്സ് ആണേലും എല്ലാം ഒരുപോലായി മാറി. പ്രതീക്ഷയ്ക്കൊരു വകയില്ല. ഈ രാഹുലിൻ്റെ പ്രശ്നം അന്ന് എല്ലാ രീതിയിലും ക്ലൈമറ്റ് നല്ലതായിരുന്നു. അവിടെ ചെന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ പുള്ളിക്ക് മനുഷ്യരുടെ ഇടയിൽ ഒരു വിലയും നിലയും ഉണ്ടായേനെ. എന്ത് സംഭവിക്കട്ടെ, കോൺഗ്രസ് എടുത്ത് കളയുമോ? ഹൈക്കമാൻഡ് ഏതായാലും ഇതിനകത്ത് യാതൊരു ഇതും എടുക്കുന്നില്ല. ഹൈക്കമാൻഡ് മറ്റവരുടെ കൂടാണെന്ന് അറിയുകയും ചെയ്യാം പുള്ളിക്ക്. പിന്നെ പുള്ളി എന്തിനാ ഹൈക്കമാൻഡിനെ വകവെക്കേണ്ട കാര്യം തന്നെ? നിന്ന് 2 ചേരിയാക്കുക, കോൺഗ്രസിനെ വില പേശുക. ഇൻ കേസ് വഴങ്ങുന്നില്ലെന്ന് കണ്ടാൽ ഇതിൽ നിൽക്കുന്ന പ്രോമിനൻ്റായിട്ട് നിൽക്കുന്ന ലീഡേഴ്സിനെ എല്ലാം അവർ നിൽക്കുന്നിടത്ത് പൊട്ടിക്കാൻ ശ്രമിക്കുക. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം മാർക്സിസ്റ്റുകാർ അവർക്ക് കൈ കൊടുക്കും. ഇപ്പം VD സതീശനെ തന്നെ പറവൂര് എത്ര മാർജിൻ ഉണ്ട് VD സതീശന്, ആ മാർജിൻ മാത്രം പോകത്തുള്ളൂ. മാർക്സിസ്റ്റുകാരുടെ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് വേണേൽ മറിച്ചു കൊടുക്കും. ഒന്നും പറയാൻ പറ്റുകയില്ല. എല്ലാം നമുക്ക് കാണാം. ഇനി അധികം ദിവസങ്ങളില്ലല്ലോ, കാണാം. നശിക്കുക, ഇനി യാതൊരു സംശയമില്ല. അടുത്ത അസംബ്ലി ഇലക്ഷനോടുകൂടെ എല്ലാം നശിച്ച് നാറാണക്കല്ലാവും. ആർക്കും മജോറിറ്റി ഇല്ല. കോൺഗ്രസ് അതാ കയറിയാലോട്ട് ഭരിക്കാനും പോകുന്നില്ല. ഉള്ള കഴിവുള്ളവരെയെല്ലാം അവർ തന്നെ കുത്തി ഓടിച്ച് ദൂരെ കളഞ്ഞു. ഇപ്പം നമുക്ക് ഇങ്ങനെ മാത്രം ആഗ്രഹിക്കാം, കട്ടുമുടിച്ച് കഴിവേറ്റി നശിപ്പിച്ചോട്ടെ. എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ. ആ മാർക്സിസ്റ്റുകാർ തന്നെ ഇവിടെ മുടിച്ച് കഴിവേറ്റിക്കോട്ടെ. ആ കുഞ്ഞിനെ തിരിച്ചെടുക്കാതെ ഈ കോൺഗ്രസ് ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ 73 വയസ്സുണ്ട്. ഞാൻ വോട്ടിടാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഈ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യുന്നത്. എൻ്റെ വീട്ടുകാരെല്ലാം ഈ ഇവന്മാരൊന്നും ഇത്ര പന്നന്മാരാണെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ ചെറുപ്പക്കാർ പിള്ളേരെ കൂട്ടി നിർത്തി എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിനെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള വഴിയുണ്ട്. ഇവനെ പാലക്കാട്ടുകാർ വോട്ട് ചെയ്ത് കൊണ്ടുവന്നതല്ലേ. ഇവൻ കോൺഗ്രസ്സിനെ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ കുഞ്ഞല്ലേ. അവൻ്റെ അമ്മയും കൂട്ടി പാലക്കാട്ട് പോകണം. ഇവന്മാരെന്തോ ചെയ്യാനാ?
ഇവൻ്റെ അമ്മയും കൂട്ടി അവൻ പോയാൽ എന്തോ അമ്മ അവനെയും കൂടെ കൊല്ലുമോ? ഇവന്മാരെന്താ ചെയ്യും? എല്ലാ നാറികളും ഓരോ ആക്ഷേപം കേട്ട് ജീവിക്കുന്നവര്. ഈ കുഞ്ഞ് എന്തിനാ ഇങ്ങനെ മറിഞ്ഞു പാത്തിരിക്കുന്നു? എനിക്കങ്ങോട്ട് ഒരിക്കലും അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസം ഓർക്കുമ്പോൾ അങ്ങ് മനപ്രയാസം തോന്നുവാണ്. എനിക്കും 2 പ്രായമായ 2 ആൺമക്കളുണ്ട്. ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ പറയുന്ന പോലെയല്ലേ ഇതെന്ന്. ഒരു തെളിവും കണ്ടെടുത്തിട്ടില്ല. ഇപ്പം വരുന്നു മൊട്ട പറയുന്നുമുണ്ട്. എന്തോ ഇപ്പം വരുന്നേ? ഇതുവരെയും കിട്ടാത്ത ഇനി ഇപ്പം എവിടെ നിന്ന് എടുത്തോണ്ട് വരാനാ? ഇവൻ എന്തുകൊണ്ട് ധൈര്യമായിട്ട് ഒരു വാക്ക് പറയുന്നില്ല? അതല്ലേ പലരും സംശയം ചോദിക്കുന്നത്. ദൈവത്തെ ഓർത്ത് സുനിലൊരു കാര്യം ചെയ്യുക. ഈ കൊച്ചിൻ്റെ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് വിളിച്ചതിനോട് കറക്റ്റായിട്ട് എന്തോ കാരണം ഒന്ന് സംസാരിക്കുക. ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുഞ്ഞെന്തിനാ ഈ പെരയ്ക്കകത്ത് വിളിച്ചിരിക്കുന്നത്? ഒന്ന് സംസാരിച്ചിട്ടൊന്ന് വിവരം പറയണം. ഇവനല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇവനെ ആക്ഷേപിക്കുന്നതിന് ഇവൻ്റെ കൈ തെറ്റില്ലെങ്കിൽ എന്തായാലും ഗർഭം ഉണ്ടാക്കിയിട്ട് അലസിപ്പിച്ചെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. 55 വയസ്സുള്ള ചെറുക്കനെ ചിലപ്പോൾ ഇപ്പം പിള്ളേരുടെ തമ്മിൽ പറഞ്ഞു കാണും. ഇവിടെ ഇവന്മാർ അവൻ്റെ തോളെ കയറാനായിട്ട് അങ്ങ് നടക്കുകയല്ലേ. ആൺചെറുക്കനല്ലേ, എന്തായാലും അവനൊരാണല്ലേ. അവന് വികാരങ്ങളൊന്നും ഇല്ലയോ? ഈ അഹങ്കാരികൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ചെറുക്കൻ്റെ മണ്ടയിലോട്ട് കയറാൻ ചെന്നാൽ അവൻ ചിലപ്പം വല്ലതും തമാശ പറഞ്ഞു കാണും. ഇവൻ ചെയ്തെന്ന് ഞാൻ അങ്ങനെ ഇവൻ എന്താണ് ഇറങ്ങി സമക്ഷത്ത് പറയാതെ വേണ്ട, അവൻ കേസ് കൊടുക്കട്ടെ. അവനെ ആക്ഷേപിക്കുന്നപ്പോൾ കണ്ടപ്പോൾ ഒരു പെണ്ണുപിള്ള ഇറങ്ങിയേക്കുന്നല്ല, പിന്നെ അവരുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ആരുടെ പിടിച്ചെന്നോ. അപ്പോൾ അവരാണ്ട് ഒരു നാണവും മാനവും ഇല്ലാതെ പിന്നെ ചാനലിൻ്റെ ഒക്കെ മുമ്പിൽ കിടന്ന് തെളിഞ്ഞ് കിടക്കുന്നു. ഇവൻ മാത്രം എന്തിനാ പാത്തിരിക്കുന്നത്? ഇതിനെ എങ്ങനെയൊന്നും വലിച്ച് വെളിയിൽ ഇറക്കും അറിയത്തില്ല. ഇപ്പം കോൺഗ്രസ്സിലെ വലിയ നേതാക്കന്മാർ സോണിയയും രാഹുലും തള്ളേ എല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലേ. ഇവരോട് പറഞ്ഞതിനൊന്നും തീരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ഈ കൊച്ചനെ എന്തിനിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? തീർച്ചയായിട്ടും അവനോടൊന്ന് സംസാരിക്കണം. നമ്പർ അറിയാമല്ലോ. എനിക്ക് ആ രാഹുൽ ഈശ്വർ ഇട്ടിരുന്നതിനകത്തൊന്ന് ഞാൻ നമ്പർ എടുത്ത് വിളിച്ചു, മെസ്സേജ് ഇട്ടു. അതിനൊരു മറുപടിയും കിട്ടിയില്ല. എന്റെ പേര് നാസർ. ഞാൻ മറ്റേ കൊച്ചിന്ന് ഇപ്പൊ രാഹുലിന്റെ പെങ്ങളും അപ്പൊ ഞാനിപ്പോ ഈ ഓർക്കത്തിൽ ഈ വാർത്ത കേട്ടോണ്ടിരുന്ന. അപ്പൊ അവര് വയനാട് വന്നിട്ടുണ്ട്. പക്ഷെ അവര് എന്ന് പറഞ്ഞാൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഈ പി സതീശന് എതിരായിട്ട് കോൺഗ്രസിന്റെ എതിരായിട്ട് ഇറങ്ങണം. പക്ഷെ അവര് അതിനകത്ത് ഇറങ്ങിയിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയാണ് ഈ ഷാഫി പറമ്പിലിന്റെ നമ്പർ ഒന്ന് ചോദിച്ചത്. കാരണം അതിന് പ്രതികരിക്കാൻ വേണ്ടിയാണത്. കാരണം ഇവര് വയനാട് വന്ന് കിടന്നിട്ടോ അമ്മയും മോനും മോളും വന്ന് കിടന്നിട്ടോ ഒരു കാര്യമില്ലത്. കാരണം അതിനകത്തേക്ക് ഇവര് കോൺഗ്രസ്സുകാര് വന്ന് ഇവിടെ കിടന്ന് കഴിഞ്ഞിട്ട് മറ്റേ കേന്ദ്രത്തിന് വന്ന് ഇവിടെ കിടന്ന് കഴിഞ്ഞിട്ട് മറ്റേ എന്നെ വയനാട് വന്ന് കിടന്നിട്ട് അമ്മയും മോനും മോളും വന്ന് കിടന്നിട്ട് ഒരു കോൺഗ്രസ്സുകാരന്റെ വോട്ടും കിട്ടൂല. ഇതിന് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അവർ രംഗത്തേക്ക് ഇറങ്ങണം. കാരണം പി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും വൃത്തികെട്ടവൻ, ഈ കോൺഗ്രസിന്റെ വൃത്തികെട്ടൻ പി സതീശൻ ഈ ലോകത്തില്ല. കാരണം പിണറായി വിജയന്റെ അത്രയും അടുത്ത് നിന്നുകൊണ്ട് ഈ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നിൽക്കണ പി സതീശൻ തെറ്റ. ഞാൻ അങ്ങനെ തന്നെ പറയണേ. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആ വിട്ടോ, എന്റെ പേരും കൊടുത്ത് ഞാൻ പേരും തരാം, എന്റെ അഡ്രസ്സും തരാം. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നിൽക്കണ ഈ പി സതീശനെ, അതായത് പിണറായി വിജയന്റെ കൂട്ട് പിടിച്ചിട്ട് അവന്റെ കള്ളത്തരങ്ങള് ഒതുക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു പെൺവാണിമ കേസില് കേട്ടില്ലത്, മറ്റേ എന്തത്, സോറി മറന്നുപോയി. അതിനകത്ത് സപ്പോർട്ട് നിന്നിട്ട് CPM-ന്റെ നേതാവിനെ രക്ഷപ്പെടുത്തി, ആ പെണ്ണുമുള്ളനെ രക്ഷപ്പെടുത്തി. ഇവനെയൊക്കെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയല്ല അവര് വന്നേക്കണം. അവര് സുഖജീവിതത്തിന് വന്നേക്കണാണ്. ആര്? രാജീവ് ഗാന്ധിയും രാഹുലിന്റെ പെങ്ങളും അമ്മയെ കൂടി. പക്ഷെ അതിന് പ്രതികരിക്കാൻ വേണ്ടിയാണ് ഞാൻ താങ്കളുടെ അടുത്ത് ഈ ഷാഫി പറമ്പിന്റെ ഫോൺ നമ്പർ ചോദിച്ചത്. കാരണം യുവ നേതാക്കൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ല ഇവിടെ കോൺഗ്രസ് നിലനിൽക്കും, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് തകർന്നു പോകും. ഞാനൊരു CPM-കാരനാണ്. പക്ഷെ CPM-ല് എനിക്ക് ഈ പിണറായി വിജയനെ ജീവിതത്തില് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അവന്റെ മോൾക്കും അവന്റെ മരുമോനിക്കും അവന്റെ ഭാര്യക്കും എല്ലാം ചെയ്തു കൊടുക്കണ ഒരു ചെറ്റ ഈ ലോകത്ത് പിണറായി വിജയന്. ഈ ലോകത്ത് ഒരു
ഒരു പാർട്ടിക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. പണ്ട് പാർട്ടിക്കാരനുണ്ടായി, PS അച്യുതാനന്ദനും ന്യായവിഷയം എല്ലാവരും ഉണ്ടായി. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഈ ചെറ്റ ഈ കോൺഗ്രസിലേക്ക് അല്ല ഈ CPM-ലേക്ക് മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് ഈ ചെറ്റ ചെയ്ത് 5 വർഷം നല്ല ഭരണം കാഴ്ചവെച്ച്, പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് ഇവൻ ചെറ്റയാണിത്. കോടികൾ ഗൾഫില് ആസ്തിയാണ് ഈ ചെറ്റക്ക്. എന്നിട്ട് ഈ നാട്ടുകാരുടെ കാശ് മാത്രം മേടിച്ചും കൊണ്ട് ഒരു പോലീസുകാർക്ക് എല്ലാവർക്കും അധികാരങ്ങൾ കൊടുത്ത് ആഭ്യന്തര മന്ത്രിയുടെ കൈകാര്യം ചെയ്യണം മുഖ്യമന്ത്രി. എല്ലാവരെയും നിരപരാധികളെ കൊണ്ടുപോയിട്ട് പോലീസിന്റെ പീഡിപ്പിക്കുക. ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അവനെ കൊണ്ടുപോയിട്ട് CPM, കാരണം CPM ഗുണ്ടായിസം പോലീസാണ്, ചെറ്റകള്. കാരണം 64 വയസ്സായി എനിക്ക്. ഇനിയിപ്പൊ ജയിലിൽ കിടന്ന് ചാവണമെന്ന് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ലത്. പക്ഷെ ഇത് പറയാണ്ട് പറ്റൂലത്, അത്രക്ക് ചെറ്റത്. ഞാൻ യൂസിൽ നിന്ന് വിളിക്കാം, പേര് മാത്യു. അല്ല, ഞാൻ ഇപ്പോൾ ദിവസവും ഇതെപ്പോഴും 24 മണിക്കൂറിൽ ഒരു 10-12 മണിക്കൂറെങ്കിലും ഈ കേരള രാഷ്ട്രീയവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒന്ന് മിസ്റ്റർ സുനിൽ മാത്യു, മറ്റുള്ള ആൾക്കാരെ ഈ വരിയെടുത്തവന്മാർ, അതായത് അതെ ഈ നായ്ക്കളുടെ വരിയെടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഉൽപ്പാദന ശേഷി ഇല്ലാത്തവന്മാരാണ് അവിടെ ഇരിക്കുന്നവന്മാർ. മറ്റുള്ളവരെല്ലാം വിരയെടുത്തവന്മാർ, അതായത് വരിയെടുത്തവന്മാരാണ്. ഒരു ഉൽപ്പാദന ശേഷി ഇല്ലാതെ ഇവന്മാർ ഇങ്ങനെ നടക്കും. കണ്ടാൽ നല്ല വൈറ്റും വെള്ളയും ചള്ളയാക്കിട്ടൊക്കെ ഞാൻ നടക്കും, കണ്ടാൽ വലിയ ഇതൊക്കെയാണ്. പക്ഷേ ഇവന്മാരാണ് കേരളത്തിൽ ഇന്ന്. നിങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് കേരളത്തെ രാഷ്ട്രീയത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതായത് ഈ VD സതീശൻ എന്ന് പറഞ്ഞിരുന്ന ആ പുള്ളി കേരളത്തെ നശിപ്പിച്ച് ഇതുവരെയും ചെയ്ത എല്ലാം നശീകരണമാണ്. കാര്യം ഇയാളാണ് ഇതിൻ്റെ ആണിക്കൽ. ആ സ്ത്രീയെ എടുക്കൽ, ഈ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഇയാളുടെ നാട്ടുകാരിയും അടുത്ത വീട്ടുകാരിയാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത്, ഇയാൾക്ക് ബോധ്യമുള്ളത് പോലെയാണ് നമുക്കുണ്ടല്ലോ ബോധ്യം. ഇങ്ങേർക്ക് ബോധ്യമുള്ളത് പോലെയാണ് നമുക്കും ബോധ്യമുള്ളത്. പറയുന്നത് ഇയാളാണ് ആ സ്ത്രീയെ കൊണ്ട് ഈ രാഹുലിനെ ഇത്രമേൽ കഷ്ടപ്പെടുത്തിയത്. കാര്യം ആ സ്ത്രീ ഇത് ഗവൺമെൻറ്റിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കായിരിക്കും പ്രശ്നം. അതുകൊണ്ടാണ് അവർ കൊടുക്കാതെ മാറുന്നത്. കാര്യം ഇയാൾ എന്നിട്ടും പറയുകയാണ് കൊടുക്കുന്നത്. പക്ഷേ അവർ കൊടുക്കത്തില്ല. അവർക്ക് ഇവനേക്കാളും ബുദ്ധിയുണ്ട്. കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നാളെ ക്രോസ് ക്രിസ്ത്യാർത്ഥത്തിൽ ഓടിക്കും. അപ്പം ഇയാളെ തലവെട്ടിയെങ്കിൽ മാത്രമേ ഈ കോൺഗ്രസ് വളരത്തുള്ളൂ. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കും മറ്റുള്ള കോൺഗ്രസ്സുകാർക്കും ഇല്ലെങ്കിൽ നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങളുടെ അധോഗതി അത്രയേ ഉള്ളൂ. ഇനിയും ഇങ്ങനൊരു ഭരണം മൂന്നാമത് വന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ അഡ്രസ്സ് കാണത്തില്ല. അത്രയേ ഉള്ളൂ പറയാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.